PCOS കൺട്രോൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഹെയർ ഫോളിന്റെ അളവ് കുറയുന്നില്ല എങ്കിൽ നിങ്ങളോട് എപ്പോഴെങ്കിലും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ തൈറോയ്ഡ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടോ? അതായത് ഈ തൈറോയ്ഡ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർണിംഗ് ആണ്. ദിസ് ഇസ് ദ പാർട്ട് ഓഫ് അവർ ഹെയർ ഗ്രോ സീരീസ്. നമ്മുടെ തൈറോയ്ഡ് ഇതൊരു കോമൺ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു എലമെന്റും അതുപോലെ തന്നെ ഹെയർ ഫോളിന് ഭയങ്കര കാരണമാകുന്ന ഒരു അസുഖമാണ് തൈറോയ്ഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തൈറോയ്ഡ് ആൻഡ് ഹെയർ ഫോൾ ബേസ് ചെയ്തിട്ടുള്ള റിലേറ്റഡ് കണ്ടന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഹായ്, ഇറ്റ്സ് മീ അപർണ, വെൽക്കം ബാക്ക് ടു ആപ്സ്. തൈറോയിഡിന്റെ ഇംബാലൻസ് ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ എന്തായാലും കൂടുതലായിരിക്കും ഉണ്ടാവുക. അതായത് തൈറോയ്ഡ് ഹോർമോൺസ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ കൺട്രോൾ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ ഫോളിന്റെ അളവ് കൂടും. കൂടുതലായി ലേഡീസിൽ പലർക്കും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ് പെട്ടെന്ന് ഹെയർ ഫോൾ. അതായത് ഒരു പ്രശ്നം ഉണ്ടാവാതിരുന്ന എനിക്ക് പെട്ടെന്ന് ഹെയർ ഫോൾ വന്നു. എന്തൊക്കെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെയർ ഫോൾ സ്റ്റോപ്പ് ആകുന്നേ ഇല്ല. പെട്ടെന്ന് വന്നു, പക്ഷെ ഇത് സ്റ്റോപ്പ് ആവുന്നില്ല. അങ്ങനെയുള്ള പെട്ടെന്നൊക്കെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മേ ബി, ഞാൻ ഉറപ്പായിട്ട് പറയല്ല, മേ ബി നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അതായത് ഹൈപ്പോ തൈറോയ്ഡ് ആണെങ്കിലും ഹൈപ്പർ തൈറോയ്ഡ് ആണെങ്കിലും ഹെയർ ഫോൾ ഇത് രണ്ടിന്റെ ഹോർമോൺസ് നമ്മുടെ ഹെയർ ഫോളിനെ ട്രിഗർ ചെയ്യാം. വേറെ ഒന്നല്ല, തൈറോയ്ഡ് ഹോർമോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മെറ്റബോളിസത്തിനെയും അതുപോലെ തന്നെ ഹെയർ സൈക്കിളിനെയും കൺട്രോൾ ചെയ്യും. അപ്പൊ നമുക്ക് ഹെയർ ഫോൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തൈറോയ്ഡ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഹൈപ്പോ തൈറോയ്ഡ് ഉണ്ട്, ഹൈപ്പർ തൈറോയ്ഡ് ഉണ്ട്. അപ്പം ഈ രണ്ട് ടൈപ്പ് തൈറോയ്ഡ് നമ്മുടെ ഹെയറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സയൻസ് എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് അത് ഹെയറിനെ എഫക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള സൂചനകൾ. ഹെയർ ഫോള്, ഡ്രൈ ഹെയർ, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ, പെട്ടെന്ന് വെയിറ്റ് വെക്കാം, എപ്പോഴും നമുക്ക് ഒരു കോൾഡ് ആയിട്ടുള്ള ഫീൽ വരിക, അതുപോലെ തന്നെ ടയർഡ് ആയിരിക്കും, ഒരു ഉന്മേഷം കുറവ്. ഇതൊക്കെയാണ് നമ്മുടെ ഹൈപ്പോ തൈറോയിഡിന്റെ കാരണമായിട്ടുള്ളത്. അതായത് ഹൈപ്പോ തൈറോയ്ഡ് എന്ന് പറയുന്നത് ലോ തൈറോയ്ഡ് ആണ്. ഹൈപ്പർ തൈറോയ്ഡ് എന്ന് പറയുന്നത് ഹൈ തൈറോയ്ഡ് എന്ന് പറയുന്നത്. അത് കാരണമായിട്ട് ഉള്ള സയൻസ് എന്ന് പറയുന്നത് അതിന്റെ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഹൈപ്പോ തൈറോയിഡിൽ വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിൽ പെട്ടെന്ന് വെയിറ്റ് കുറയും. അത്യാവശ്യം നല്ല ഹെൽത്തി ബോഡി ആണെങ്കിൽ പെട്ടെന്ന് അവർക്ക് വെയിറ്റ് കുറയും, നല്ല രീതിക്ക് ലോസ് ആവാം, ആൻസൈറ്റി ഇഷ്യൂസ് ഉണ്ടാവാം, ഹെയർ തിന്നിങ് ഇഷ്യൂസ് ഉണ്ടാവുക, നല്ല രീതിക്ക് സ്വെറ്റിംഗ് ഉണ്ടാവുക, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ചെയ്യുക. അങ്ങനത്തെ സൈൻസ് ആണ് ഈ ഹൈപ്പർ തൈറോയിഡിലുള്ളത്. സോ നമുക്ക് നിങ്ങൾക്ക് തൈറോയ്ഡ് ഉണ്ടോ എന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ ഡോക്ടേഴ്സ് പറയും ഇത് ഏത് ടൈപ്പ് തൈറോയ്ഡ് ആണെന്നൊക്കെ കാര്യം. പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിന്റെ സൈൻ. ഇതൊക്കെ സൈൻ ആണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ തൈറോയ്ഡ് സ്റ്റേജിലേക്ക് പോയി എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഒരു ഡോക്ടറാണ് കൺസൾട്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇതിന് ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സയൻസ് എന്ന് പറയുന്നത്. അതായത് ഈ തൈറോയ്ഡ് ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന റീസൺ വെച്ചിട്ട് സ്വയം തൈറോയ്ഡ് ടാബ്ലറ്റ്സ് അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കാൻ വേണ്ടി നോക്കുക. അതല്ല എങ്കിൽ ഹെയറിന് ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, തൈറോയ്ഡ് ട്രീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഉള്ള ഒരു ചിന്താഗതി. അതായത് ഓവർനൈറ്റിൽ നിങ്ങൾക്ക് ഹെയർ വളരണം, പക്ഷെ വളരുന്നില്ല. എത്ര എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് നോക്കിയിട്ട് നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതിരിക്കുക. അതായത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് തൈറോയ്ഡ് ഇല്ല എന്ന് നിങ്ങൾ അത് തീരുമാനിക്കാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ പെട്ടെന്നൊക്കെ ഒരു ചേഞ്ചസ്, ഡ്രാസ്റ്റിക് ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓബ്വിയസ്ലി നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് ഇല്ലേ, ഈ സിംറ്റംസ് ഉണ്ടായിട്ട് നിങ്ങൾ അതിനെ ഇഗ്നോർ ചെയ്യണം, അതിനെ അവോയ്ഡ് ചെയ്യുവാണെങ്കിൽ ഇതൊക്കെയാണ് നിങ്ങൾ കോമൺ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. സോ ഇങ്ങനത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് ആണ്, ഓരോ ഡോക്ടറെ കൊണ്ട് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. ബിക്കോസ് നമുക്ക് ഹെയർ ഹെൽത്തി ആയിരിക്കുന്നത് കൂടെ തന്നെ നമ്മുടെ ഹെൽത്ത് ഓക്കെ ആയിരിക്കണം. ഹെൽത്ത് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ ഹെയർ ആണെങ്കിലും സ്കിൻ ആണെങ്കിലും നെയിൽ ആണെങ്കിലും അതെല്ലാത്തിനും നല്ല രീതിക്ക് ആ ഹെൽത്തിനെസ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. പക്ഷെ അതെല്ലാം അതിൽ ഏതെങ്കിലും ഒരു പാർട്ട് ഹെൽത്തി ആണെങ്കിൽ അതെല്ലാം നമ്മുടെ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും എവിടെയാണെങ്കിലും അത് ബാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ പല സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം. അത് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങളൊരു ഹെയർ ഗ്രോത്ത് ഒരു നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. അത് എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പിന്നെ നമ്മുടെ എല്ലാത്തിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫുഡിൽ പറയാറുണ്ട്. പക്ഷെ തൈറോയ്ഡ് എന്ന് പറയുന്നത് ഫുഡിലൂടെ മാത്രം നമുക്ക് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമില്ല. പക്ഷെ നമുക്കൊരു റിക്കവറി സപ്പോർട്ട് നമുക്ക് ഈ ഫുഡ് കാരണം കിട്ടും. അതൊരു പ്രോപ്പർ ഡയറ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിക്കവറി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഫുഡ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഫുഡ് മാത്രം കഴിച്ചിട്ട് നിങ്ങൾക്ക് തൈറോയ്ഡ് ക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരിക്കലും അത് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ട്രീറ്റ്മെന്റ്, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ ഇതിന് കൂടുതൽ നിങ്ങൾക്ക് പറ്റുന്ന പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആയുള്ള ഡയറ്റ് അല്ലെങ്കിൽ സിങ്ക് ഫുഡുകൾ കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ സ്ട്രെസ് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പ് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതൊക്കെ തൈറോയ്ഡ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അതിന്റെ സയൻസ് കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാർണിംഗ് ആണ്, ഒരിക്കലും സ്വയം സപ്ലിമെന്റ്സ് എടുക്കരുത്. അതിപ്പോ തൈറോയിഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വൈറ്റമിൻസിന് ആയിക്കോട്ടെ, ഒരു ഡോക്ടറുടെ കൺസൾട്ടൻസി ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു സപ്ലിമെന്റ് എടുക്കരുത്. മെയിൻലി ഞാൻ വാർണിംഗ് ആയിട്ട് പറഞ്ഞ ഈ ഒരു സീരീസിൽ ഈ ഒരു പാർട്ടിലായിരിക്കും ഞാൻ വാർണിംഗ് ആയിട്ട് പറഞ്ഞത്. ബിക്കോസ് ഇത് നിങ്ങൾക്ക് ക്യൂറബിൾ ആവണമെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു ഡോക്ടറെ ഹെൽപ്പ് എന്തായാലും വേണം. അതായത് തൈറോയ്ഡ് ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട, അതായത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെയർ ഫോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ഒരിക്കലും ബ്രേക്ക് ആയി പോവല്ല. അത് ഒരു ഹോർമോണൽ ഇംബാലൻസിന് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുവാണ്. അപ്പൊ അതാണ് അവിടെ ഹെയർ ഫോൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി നിങ്ങളുടെ ഹെൽത്തിലുള്ള ഒരു ഹോർമോണൽ ഇംബാലൻസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നിങ്ങൾക്ക് ഒരു ഹെയർ ഫോളിലേക്ക് ഫീൽ ചെയ്യുന്നത്. ആക്ച്വലി അത് തൈറോയിഡ് ഇതാണ്.
അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക, അല്ല നിങ്ങളിലേക്ക് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അത് കൺവേ ചെയ്യുക. നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ മുന്നോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. അതല്ലാണ്ട് നിങ്ങൾ എത്ര ഷാമ്പു, എത്ര ഓയിലി അല്ലെ എത്ര ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ഇത് ഈ ഒരു തൈറോയ്ഡ് സ്റ്റേജ് മാറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് അതിന് യൂസ്ഫുൾ ആവത്തില്ല. അതായത് 100% റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി പറ്റില്ല. അപ്പം ഇതൊക്കെയാണ്. ഇത് ഞാനൊരു അവയർനെസ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്ക് തൈറോയിഡിനെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് എനിക്ക് കുറെ ആൾക്കാർ തൈറോയിഡിന്റെ ബേസിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കൊക്കെ എനിക്കൊരു ഹോപ്പ് പറയാനേ പറ്റുന്നുള്ളൂ. അതല്ലാണ്ട് കോൺഫിഡൻസ് എനിക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഇതുപോലെ തന്നെ തൈറോയിഡ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് കൂടി ഇത് എത്തണം എന്നുള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾ എത്ര ഹെയറിനെ ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഹെൽത്ത് ട്രീറ്റ് ചെയ്യണം ആദ്യം. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡിൽ നമ്മുടെ സ്ട്രെസ് ലെവൽ ആൻഡ് നമ്മുടെ ഹെയർ അതെങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.